ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും പഠിച്ച് ഇന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ ഒരു ഗതിയും കിട്ടാതെ തെക്ക് വടക്ക് നടക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവർക്ക് നൽകപ്പെട്ട എഡ്യൂക്കേഷൻ അടിസ്ഥാനരഹിതമായ എഡ്യൂക്കേഷൻ തന്നെയല്ലേ അതിന് കാരണം? അതോ അവരിൽ നിന്നൊരു സമൂഹം കൂടുതൽ ഉത്തരവാദിത്വം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? എന്തായിരിക്കാം യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത്? നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു 35, 36, 37 വർഷങ്ങളുടെ പ്രവൃത്തി അല്ലെങ്കിൽ അധ്യാപന രംഗത്ത് ഉള്ള ആളുകളെന്ന നിലയ്ക്ക് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, അവർ നേരിടുന്നത് ജീവിതത്തിലെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. നമ്മളുടെ ചൂട്ടുമുന്ദ്ര കോളേജിലെ അധ്യാപികമാർ ഒക്കെ കുറേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓരോ തലത്തിനെയും കുറിച്ച് സംസാരിക്കുകയുണ്ടായി. 10 വരെയുള്ള ആളുകൾ പ്രധാനമായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ +2 വരെ അടക്കമുള്ള ആളുകൾ എന്തൊക്കെയാണ് നേരിടുന്നത്. അങ്ങനെ നമ്മൾ വരുമ്പോൾ ക്രമമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഡിഗ്രിയിലേക്കും പോസ്റ്റ് ഗ്രാജുവേഷനിലേക്കും നമ്മൾ എത്തിയേ പറ്റുള്ളൂ. നമ്മൾ എല്ലാവർക്കും പരിശീലനം നൽകുന്ന, ജോബിനും പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് നമുക്ക് ഈ പറയുന്ന 10-35 വർഷത്തിൽ കൂടുതലുമായിട്ടുള്ള പ്രവൃത്തി പരിചയവും അധ്യാപന രംഗത്തുള്ള പരിചയവും അനുഭവ സമ്പത്തും എല്ലാം ഉള്ളതിനാൽ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മളുടെ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കുറേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഡിഗ്രി എന്നതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നൊക്കെ പറയുന്നത് അർത്ഥമറിയാത്തൊരു സമൂഹം വളർന്നു വരുന്നതിൽ അല്ലെങ്കിൽ അതിനെ വളർത്തിയെടുത്തതിൽ വലിയൊരു ഭാഗം ഈ +2 വരെയുള്ള എഡ്യൂക്കേഷനിലുണ്ട് ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്ക് അർത്ഥം അറിയില്ല, ഒന്നിനെക്കുറിച്ചും അറിയില്ല, മലയാള ഭാഷ അറിയില്ല, മാതൃഭാഷ അറിയില്ല, ഹിന്ദി അറിയില്ല, ഭാരതത്തിലെ ഭാഷയായിട്ടുള്ള ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. കാരണം അവർ പഠിക്കുന്നത് മുഴുവൻ ഇംഗ്ലീഷാണ്. സ്കൂൾ മുതൽ അവർ ചെറുപ്പം മുതൽ നമ്മൾ പല പ്രഭാഷണ പരമ്പരകളിലും സംപ്രേഷണങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. കുട്ടികൾക്ക് അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് അറിയണമെങ്കിൽ മാതൃഭാഷ അറിയണം, മാതൃഭാഷ അറിയില്ല, ഭാരതഭാഷയായിട്ടുള്ള ഹിന്ദി അറിയില്ല. അങ്ങനെ ഒന്നും അറിയാത്ത കുറേ കുട്ടികളെ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി വളർത്തിയെടുത്തതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥ. കുട്ടികൾക്കൊന്നും അറിയില്ല, അതാണ് അടിസ്ഥാന കാര്യം. അതേസമയം ഓരോ കുട്ടിയും എല്ലാം അറിയുന്ന പോലെ പെരുമാറുകയും ചെയ്യും. ഇപ്പം രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ, രക്ഷാകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം കാക്കയ്ക്കും തൻ കുഞ്ഞ് എന്ന് പറയുന്ന ആ ഒരു ഇത് പ്രകാരം ഓരോ കുട്ടിയുടെയും തന്തയും തള്ളയും വിചാരിക്കുന്നത് ആ കുട്ടി ഭയങ്കര ബ്രില്യൻ്റ് ആണെന്നാണ്. എന്തും ബ്രില്യൻ്റ് എല്ലാ കുട്ടിയും അത് തന്നെയാണ്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന അതേ തത്വം തന്നെയാണ് നമുക്ക് എല്ലാ കുട്ടികളിലും. ഏത് കുട്ടിയാണ് അത്ഭുത ശിശു അല്ലാത്തത്? ചെറുപ്പം മുതൽ ഏത് കുട്ടിയാണ് അത്ഭുത ശിശുവായി വളർത്തപ്പെടാത്തത്? ഓരോ തന്തയ്ക്കും ഓരോ തള്ളയ്ക്കും അവരവരുടെ കുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഈ വളർന്നു വലുതാവുന്ന അത്ഭുത ശിശുക്കൾ ആരും പിന്നെ അത്ഭുതങ്ങൾ അവർ വളർന്നു വലുതാവുമ്പോൾ കാണിക്കുന്നില്ല. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ 10-35 വർഷം, 36 വർഷം, 37 വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ രംഗത്തുള്ള ആളുകൾ, അധ്യാപകർ ഇത്രയും കാലം ഈ പറയുന്ന രംഗത്ത് നിലനിന്നിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ഈ പറയുന്ന അത്ഭുത ശിശുക്കൾ മുരടിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ 35-37 വർഷം ഞങ്ങളത് കണ്ടതാണ്. ഇത് ആരോട് ചോദിച്ചാലും, അനുഭവ സമ്പത്തുള്ള ആരോട് ചോദിച്ചാലും നിങ്ങൾക്കത് വ്യക്തമായി കാണാം. അപ്പം എന്താ ഒരു വലുതാവാത്തെ? ഇവരുടെ അത്ഭുത ശിശുക്കൾ എവിടെയാണ് അവരുടെ അത്ഭുതം നഷ്ടപ്പെട്ടത്?
അർത്ഥമറിയാത്തൊരു സമൂഹം വളർത്തിയെടുക്കപ്പെട്ടു. മാതൃഭാഷ അറിയാത്തൊരു സമൂഹം വളർത്തിയെടുക്കപ്പെട്ടു. മാതൃഭാഷ അറിയാതെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന അർത്ഥമില്ലാത്ത ഒരു ലാംഗ്വേജ്, ഹൗ ക്യാൻ ദേ പിക്ക് അപ്പ് ദ ലാംഗ്വേജ്? സ്കൂൾ മുതൽ ഇവരെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലുള്ളതാണ് ഇവരെ പഠിപ്പിക്കുന്നത്. ജോബ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡഡ് ബൈ ദിസ് ഇംഗ്ലീഷ് ബേസ്ഡ് എഡ്യൂക്കേഷൻ. And there is no artha in education. How can a child find artha in his own life, her own life? It's not quite possible. It's not at all possible. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർത്ഥരഹിതമായിട്ടുള്ള ഒരു സമൂഹം ഇവിടെ വളർത്തിയെടുക്കപ്പെട്ടു because of the artharahita education provided from the nursery onwards. ഉത്തരവാദിത്വമില്ലാത്തൊരു സമൂഹം. അർത്ഥം എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തിന് സമമാണ്. അർത്ഥമില്ലെങ്കിൽ ഉത്തരവാദിത്വവുമില്ല. മാതൃഭാഷ അറിഞ്ഞില്ലെങ്കിൽ അർത്ഥവുമില്ല. എന്തിനാണ് മാതൃഭാഷ? മാതൃഭാഷ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരും, ഏത് സ്ഥലത്തുള്ളൊരു ആൾക്കും അർത്ഥമറിയാതെ, മാതൃഭാഷ അറിയാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കേരള എന്ന് പറയുന്ന ഒരു ഇടത്തിൽ മാത്രമാണ് ഈ അർത്ഥമില്ലാത്ത വിഷയങ്ങൾ വരുന്നുള്ളൂ. നിങ്ങൾ കർണാടകയിലേക്ക് പോകൂ, തമിഴ്നാട്ടിൽ പോകൂ, ഭാരതത്തിലെ ഈ കേരള ഒഴികെയുള്ള ബാക്കി ഏത് സ്റ്റേറ്റ് എന്ന് പറയുന്നിടത്തേക്ക് പോകൂ, അവിടെ കുട്ടികൾക്ക് അർത്ഥം അറിയാം. കർണാടകത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവരോട് ചോദിക്കും അർത്ഥായിത്താ. നിങ്ങൾ ഒരു വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും, അവർ പറഞ്ഞതിന് ശേഷം അവർ ചോദിക്കും അർത്ഥായിത്താ, അർത്ഥം മനസ്സിലായോ? തമിഴ്മാര് ചോദിക്കും പുരിഞ്ചതാ, മനസ്സിലായോ? ഹിന്ദിക്കാർ ചോദിക്കും സമജ് മേ ആയാ ക്യാ? എന്താ അവരങ്ങനെ ചോദിക്കുന്നത്? മനസ്സിലായോ? മനസ്സിലാകണമെങ്കിൽ മാതൃഭാഷ അറിയണം. മനസ്സിലാണ് ആകുന്നത്, മൈൻഡിലല്ല ആകണത്. അർത്ഥമാണ് മനസ്സിലാവുന്നത്. അർത്ഥം മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. മാതൃഭാഷ അറിയാതെ അർത്ഥം എങ്ങനെ മനസ്സിലാകും? അപ്പം മനസ്സിലാകുന്നില്ല. മാതൃഭാഷ അറിയാത്തവൾക്ക് മനസ്സിലാകില്ല. അത് യാഥാർത്ഥ്യമാണ്. ഈ അർത്ഥമറിയാത്ത കുട്ടികൾ എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകും? അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർത്ഥമറിയാത്ത കുട്ടികൾ അങ്ങനെ നമ്മൾ പല ഇതിലും പറഞ്ഞിട്ടുള്ളതാണ്, പ്രഭാഷണങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളുടെ സംപ്രേഷണങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. A for apple ഇവിടെ ഇല്ല. Apple is not here. It's not grown in our area. ഭാരതത്തിലെ പലയിടത്തും ഈ പറയുന്ന തോട്ടങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പൊതുവായി കാണുന്ന ഒരു കാര്യമല്ല അത്. അർത്ഥമറിയാത്തതിന് വിഴുങ്ങുന്നു, അനർത്ഥമാകുന്നതിന് വിഴുങ്ങുന്നു. ആപ്പിൾ, വാട്ട്സ് ആപ്പിൾ? ആപ്പിൾ ഇസ് സംതിങ്. മലയാള പദം ഇല്ല. അർത്ഥമുള്ള പദം, അർത്ഥമുള്ള പദമില്ല. സോ അനർത്ഥം വിഴുങ്ങി ശീലിപ്പിച്ചു കുട്ടികളെ. ചക്കയ്ക്ക് പകരം ജാക്ക് ഫ്രൂട്ട് എന്ന് പഠിപ്പിച്ചു. വാട്ട്സ് ജാക്ക് ഫ്രൂട്ട്? ഇസ് ഇറ്റ് ജാക്സ് ഫ്രൂട്ട്? ദാറ്റ് ഈസ് സ്റ്റുപ്പിഡിറ്റി. ചക്ക നമ്മുടെ അവിടെ ഉണ്ടാവുന്നതാണ്. അതിന് നമ്മൾ എന്തിനാണ് ഈ പറയുന്ന ജാക്ക് ഫ്രൂട്ട് എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത്? ക്ഷേത്രത്തിന് ടെമ്പിൾ എന്ന് പുലമ്പല് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്തതാണ്. അർത്ഥമുള്ളതിനെ പുലമ്പൽ എന്ന് പറയില്ല. അർത്ഥമുള്ളതിന് അർത്ഥമുണ്ട്, അർത്ഥമില്ലാത്തത് പുലമ്പലാകുന്നു. വാട്ട് ഈസ് ടെമ്പിൾ? TEMP. ടെമ്പ് എന്ന് പറഞ്ഞാൽ ടെമ്പററിക്ക് ഷോർട്ടാണ്. നിങ്ങൾ ഇംഗ്ലീഷ് അറിയുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ. സ്ഥായി ആയിട്ടുള്ളതാണ് ക്ഷേത്രങ്ങള്. അത് നമ്മളെ പഠിപ്പിച്ചു ടെമ്പാന്ന് പറഞ്ഞു. ടെമ്പിൾ. വാട്ട് ഈസ് ടെമ്പിൾ? ദർ ഈസ് നോ അർത്ഥ ഫോർ ടെമ്പിൾ. നമ്മുടെ തലയിലേക്ക് അത് കയറ്റി വെച്ചു. അതും കയറ്റി വയ്ക്കപ്പെട്ടത് എവിടെയാണ്? കേരളയിൽ മാത്രമാണ് ഈ ടെമ്പിൾ കയറിയിരിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് കിടന്നത് കോവിലായി, തമിഴ്നാട്ടിലേക്ക് കിടന്ന് കർണാടകയിൽ കിടന്നത് ദേവസ്ഥാനമായി, ഹിന്ദി സ്ഥലങ്ങളിൽ പോയി അത് മന്ദിരായി. ഇവിടെ മാത്രം ടെമ്പിൾ. വാട്ട് ടെമ്പിൾ യു ആർ സ്പീക്കിംഗ് അബൌട്ട്? ദർ ഈസ് നോ അർത്ഥ ഫോർ ടെമ്പിൾ. ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചു ടെമ്പിൾ. വാട്ട് ഇസ് ടെമ്പിൾ?
കുട്ടികളുടെ മനസ്സിലേക്ക് ഇവിടെ പറയുന്നത് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ട്രാൻസ്ലേഷൻ? തർജ്ജമയില്ല. ഭാരതീയ ഭാഷകളിൽ നിന്ന് ഒന്നിലേക്കും തർജ്ജമ ചെയ്യാൻ പറ്റില്ല. ധർമ്മത്തിന് എന്താ തർജ്ജമ? സത്യത്തിന് എവിടെയാ തർജ്ജമ? ക്ഷേത്രത്തിന് എവിടെയാ തർജ്ജമ? ഭാരത ഭാഷയിലുള്ള ഒരൊറ്റ പദത്തിനും, കാരണം അത് അക്ഷരത്തിൽ നിന്നുണ്ടാവുന്നതാണ്, അർത്ഥമുള്ളതാണ്, അതിനെ തർജ്ജമ ചെയ്യാൻ അർത്ഥമില്ലാത്തതിലെ അർത്ഥം ഏതാ ലാംഗ്വേജിൽ സാധ്യമല്ല. അപ്പോൾ അർത്ഥം നഷ്ടപ്പെട്ടൊരു തലമുറ ഇവിടെ വളർന്നു വന്നു. അതിൻ്റെ പരിണിതഫലമായിട്ട് വ്യക്തിബന്ധങ്ങൾ തകർന്നു, കുടുംബ ബന്ധങ്ങൾ തകർന്നു, സാമൂഹിക ബന്ധങ്ങൾ തകർന്നു. ഇതാണ് നമ്മളിവിടെ കണ്ടുവരുന്നത്. അതിൻ്റെ പരിണിത ഫലമായിട്ട് നമ്മളെ അധ്യാപകന്മാരെ നമ്മളിവിടെ കുറച്ച് പേര് നമ്മൾ ട്വിറ്റർ മന്ത്രിയുടെ പറഞ്ഞു. അതായത് എന്തില്ലാതെയായി? അർത്ഥരഹിതമായ ബന്ധങ്ങൾ, അർത്ഥരഹിതമായ കാര്യങ്ങളൊന്നും ഉണ്ടല്ലേ. എവ്രിബഡി ഈസ് റണ്ണിങ് ആഫ്റ്റർ മണി. മണി ഈസ് ദ സോൾ മോട്ടീവ്. പീപ്പിളുടെ തലയിലേക്ക് ദേ ഡ്രിൽഡ് ഇൻടു ദ ബ്രെയിൻസ് ഓഫ് അവർ പുവർ ചിൽഡ്രൻ. കുട്ടികളുടെ തലയിലേക്ക് ഡ്രിൽ ചെയ്ത് കയറ്റി എന്ത്? somehow you make money. പൈസ ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക. then വീണ്ടും പൈസ ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക. for what? for what you are making money? ആവശ്യത്തിന് ഉപയോഗിക്കാനല്ല. അങ്ങനെ ഒരു ബോധം കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കുന്നില്ല. എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമല്ല. അങ്ങനെ നമ്മളുടെ സമൂഹം, കുടുംബം, വ്യക്തി ബന്ധങ്ങൾ തകർന്നടി. ആരും എവിടെ ഇരുന്ന് പുലമ്പുന്നത് കേട്ട് വളരുന്ന ഒരു തലമുറ ഇവിടെ കഴിഞ്ഞ ഒരു 15, 20, 25 വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കപ്പെട്ടു. അവിടെ ഒരാൾ ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞിട്ട് എവിടെ? യൂറോപ്പിലെവിടെയോ ആരെയോ എന്തോ ഉണ്ടായി. ഇവിടെ നമുക്ക് ഇവിടെ കുട്ടികളുടെ മേത്ത് പാടുണ്ടാക്കി കൊടുക്കുന്ന ഒരു കോൺ ഇൻഡസ്ട്രിയായി മാറി ഇവിടെ എഡ്യൂക്കേഷൻ. അവിടെ ആനപ്പുറത്ത് കയറിയതിന് ഇവിടെ പാട്, അവിടെ ഒട്ടകപ്പുറത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പാട് വരണം. അവരവിടെ ചെയ്യുന്നത് നമ്മളിവിടെ അനുകരിക്കണം. ബ്ലൈൻഡ് ഇമിറ്റേഷൻ. അവരെന്ത് ചെയ്യുന്നു അത് ഇവിടെ നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ അത്രയും വിഡ്ഢി കൂട്ടുണ്ടായതിൻ്റെ പരിണിത ഫലമാണ് ലൈറ്റ് ഇട്ടിട്ട്, പകൽ വെളിച്ചത്തിൽ ലൈറ്റ് ഇട്ടിട്ട് ഓടിക്കുന്ന വണ്ടികൾ ഇവിടെ ഇറങ്ങി, ആളുകൾ അത് വാങ്ങി. അത്രയും വിഡ്ഢി വേഷം കെട്ടാൻ കേരള എന്ന് പറയുന്ന സ്ഥലത്ത് ഇടത്തിൽ വിദ്യാർത്ഥികൾ മാറ്റപ്പെട്ടു. ബിക്കോസ് ഓഫ് ദ എഡ്യൂക്കേഷൻ ദാറ്റ് ഈസ് മീനിങ്ലെസ്, അർത്ഥരഹിത എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ്. അപ്പോൾ ഈ കുട്ടികളെ മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് സാമൂഹ്യ ബോധം, അതിനു മുമ്പ് കുടുംബബോധം, അതിനു മുമ്പ് വ്യക്തിബോധം, ഇത് മൂന്നും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മൂല്യബോധത്തിൽ കുട്ടികളെ എത്തിക്കണം. പണം എന്ന് പറയുന്നത് തികച്ചും നിസ്സാരമാണ്, അത് നേടണം. പക്ഷെ അതിലും ഉപരിയായിട്ട് അത് മൂല്യബോധത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളിൽ ഒരു സഹായി മാത്രമാണ് എന്നുള്ളത് കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മളുടെ കുട്ടികളെ ഈ അധപ്പതനത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതിനാണ് ഞങ്ങൾ ട്യൂട്ടർ മന്ത്രം ഇവിടെ ഇരിക്കുന്നത്. ട്യൂട്ടർ മന്ത്രം ഈസിയാണ്. നമ്മളിപ്പോൾ ഡിഗ്രിക്കാരാണെങ്കിലും ഞങ്ങളത് പറയുന്നുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിലും വി ആർ മേക്കിംഗ് ദം അണ്ടർസ്റ്റാൻഡ് എന്ത് മൂല്യബോധം അത് ഞങ്ങൾ പകർന്നു കൊടുക്കുന്നുണ്ട്. 36 വർഷമായിട്ട് ഞങ്ങൾ 37 വർഷമായിട്ട് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണത്. സോ വി ടീച്ച് പീപ്പിൾ, വി മേക്ക് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ മൂല്യബോധ, ദ അർത്ഥബോധ is the fundamental thing, the അടിസ്ഥാന വസ്തു of your life. ജീവിതത്തിൻ്റെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന വസ്തു എന്ന് പറയുന്നത് മൂല്യബോധമാണെന്ന് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാവരോടും ഞങ്ങൾ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളും, അതായത് രക്ഷാകർത്താക്കളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. രക്ഷാകർത്താക്കൾ ഇത് മനസ്സിലാക്കി കുട്ടികളുടെ താളത്തിനനുസരിച്ച് നിങ്ങൾ തുള്ളുന്നുണ്ടെങ്കിൽ രക്ഷാകർത്താവ് എന്ന് പറയുന്ന ആ ദൗത്യം, പ്രപഞ്ചം നിങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യത്തിൽ നിങ്ങൾ തികഞ്ഞ പരാജയമാണെന്നുള്ളതും അതിന് വേണ്ടി വരുന്ന ശിക്ഷ നിങ്ങൾ സ്വയം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത് അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഞങ്ങൾ ഈ അവസരം നിങ്ങൾ രക്ഷാകർത്താക്കളോട് ഞങ്ങൾ പറയുകയാണ്. ഇതേപോലെ തന്നെ കുട്ടികളോടും, കുട്ടികൾക്ക് അത് കുട്ടികളായി ജീവിക്കാൻ ആദ്യം നിങ്ങൾ ശീലിക്കുക. അതിനുശേഷം നിങ്ങൾ വലിയവരുടെ വേഷം കെട്ടാൻ നിങ്ങൾ പഠിക്കുക. വേഷം കെട്ടല്ല ജീവിതം. There are no retakes.
in Jeevitha. There are no supplementary exams in Jeevitha. ലൈഫിൽ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അതില്ല. Once you take a decision, you got to move forward. Only move forward. You cannot make yourself sit or stand still in life. ജീവിതത്തിൽ അത് സാധ്യമല്ല. ജീവിതത്തിൽ വയ്ക്കുന്ന സ്റ്റെപ്പ് യു cannot take it back. ചെസ്സിലെ കരി പോലെയാണ്, അത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ കാലാൾ പോലെയാണ്. കാൽ നടന്നു പോകുന്ന ആൾ പോലെയാണ്. നടക്കുന്ന കാലാൾ പിറകോട്ട് പോവില്ല. ആളാണെങ്കിൽ, മനുഷ്യനാണെങ്കിൽ, കർമ്മം ചെയ്യുന്നവനാണെങ്കിൽ അവൻ മുന്നോട്ട് മാത്രം പോകാൻ കഴിവുള്ളവനാണ്. അവന് പിറകോട്ട് യാത്രയില്ല. സോ when you make the first move, that should be മൂല്യാധിഷ്ഠിത, അർത്ഥസഹിത. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ജീവിതം വിജയകരമാവും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ജീവിതം വിജയകരമാക്കാൻ ഞങ്ങളുണ്ട്. ചൂട്ടുമന്ത്രയുണ്ട്, എപ്പോഴും ഉണ്ട്, എന്നുമുണ്ട്. കഴിഞ്ഞ 35, 36, 37 വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ ഉണ്ട്. എപ്പോഴും, എന്തിനും. We are here. പോസ്റ്റ് ഗ്രാജുവേഷൻ അടക്കം അതിനു മുകളിലുള്ള ഏത് വിഷയങ്ങളും, സൂര്യന് താഴെയുള്ള ഏതിനെക്കുറിച്ചും പറഞ്ഞു തരാൻ, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു തരാൻ, മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരാൻ, അർത്ഥാടിസ്ഥാനത്തിൽ വിശദീകരിച്ചു തരാൻ ഞങ്ങളവിടെ ഉണ്ട്. ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക, കുട്ടികളും രക്ഷാകർത്താക്കളും. It's a golden opportunity. It's for you. It's for all the people in the Malayalam Desha. Thanks a lot for watching.